നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും ചെൽസി വിജയിച്ചില്ല. EFL കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ കാർഡിഫ് സിറ്റിയെ 3-1 തോൽപ്പിച്ചതിന് ശേഷം നോക്കുക, പ്രീമിയർ ലീഗിൽ ന്യൂകാസിലിനോട് 2-2 സമനില, ആസ്റ്റൺ വില്ലയോട് 2-1 പൊട്ടി. ഇപ്പോഴിതാ AFC ബേൺമൗത്തിനോട് 2-2 സമനില. ചെൽസിയുടെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സീസൺ തുടരുകയാണ്. 19 കളികളിൽ നിന്ന് 30 പോയിൻറ്റുമായിട്ട് ഇപ്പോൾ 5-ാം സ്ഥാനത്താണ്. ഇതിൽ മാറ്റമുണ്ടാവാം, പിന്നാലെ വരുന്നവർക്ക് മുന്നോട്ട് കയറാനുള്ള അവസരമുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ കോൾ പാൽമറും എൻസോ ഫെർണാണ്ടസുമാണ് ചെൽസിക്കായിട്ട് ഗോളുകൾ നേടിയത്. മറുഭാഗത്ത് ബ്രൂക്സും ക്ലൈവേർട്ടുമാണ് ബേൺമൗത്തിൻ്റെ ഗോളുകൾ നേടിയത്. കളിയുടെ 15ാമത്തെ മിനിറ്റിലാണ് എസ്റ്റവായോ വിൻ ചെയ്ത പെനാൽറ്റി കോൾ പാൽമർ ഗോളാക്കി മാറ്റുന്നത്. എൻസോ ഫെർണാണ്ടസ് 23ാമത്തെ മിനിറ്റിലും ഗോളടിച്ചു. പക്ഷേ ഈ കളി തീർച്ചയായിട്ടും എസ്റ്റവായോ മികച്ച പ്രകടനം നടത്തി എന്നുള്ളത് പറയാതെ വയ്യ. 2 വിങ്ങുകളിലും അവൻ നല്ല രൂപത്തിൽ തന്നെ കളിച്ചു. അവൻ സ്റ്റാർട്ട് ചെയ്തൊരു കളിയാണ്. കളിയിൽ 51 ടച്ചുകൾ, 21 ആക്യുറേറ്റ് പാസുകൾ എന്ന് പറയുമ്പോൾ 72% ആക്യുറേറ്റ് പാസുകൾ അവൻ നടത്തി. 4 ഡ്രിബിളിങ്ങുകൾ, കളിയിൽ ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ഡ്രിബിളിങ് കംപ്ലീറ്റ് ചെയ്ത അവനാണ്. 2 കീ പാസുകൾ, 2 ക്രോസുകൾ കൊടുത്തു, 100% ആക്യുറസി ആയിരുന്നു. 8 ഡ്യുവൽസ് അവൻ വിൻ ചെയ്തു, 2 റിക്കവറീസ്, 1 പെനാൽറ്റി അവൻ വിൻ ചെയ്തു. തീർച്ചയായിട്ടും 2 വിങ്ങുകളിലും ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന പെർഫോമൻസ് തന്നെ യുവതാരം നടത്തിയിട്ടുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ചെൽസി ഈ കളി വിജയിച്ചില്ല. ചെൽസിയെ സംബന്ധിച്ചിടത്തോളം 2026 കാര്യങ്ങൾ മാറ്റിമറിച്ചേ പറ്റൂ. 2026 അവരുടെ ആദ്യ കളി തന്നെ വമ്പന്മാരുമായിട്ടാണ്, മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ടാണ്. ഏതായാലും കാര്യങ്ങൾ മാറ്റിമറിച്ചില്ലെങ്കിൽ എൻസോ മാരസ്കയ്ക്ക് ബുദ്ധിമുട്ടാവും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.